പ്ലേ ഓഫിലേക്കുള്ള വണ്ടി പിടിക്കാൻ വേണ്ടിയിട്ട് രാജസ്ഥാൻ റോയൽസിന് ടിക്കറ്റ് എടുക്കാനുള്ള കാശ് കൊടുത്തിട്ടുണ്ട് ഒരു 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയുടെ ആ ഒരു മാസ് പെർഫോമൻസിൽ അങ്ങനെ രാജസ്ഥാൻ റോയൽസ് ലക്നോനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവാണ്. ഇനി ഒറ്റ വിജയം മാത്രം ഈ ഞായറാഴ്ച നടക്കുന്ന മുംബൈക്കെതിരായിട്ടുള്ള മത്സരം കൂടി ജയിച്ചു കഴിഞ്ഞാൽ വേറെ ആരെയും നോക്കാതെ വേറെ ഒന്നിനെയും പേടിക്കാതെ രാജസ്ഥാൻ റോയൽസിന് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പ്ലേ ഓഫിലേക്ക് എത്താം. പക്ഷെ വൈഭവ് സൂര്യവംശി 15 വയസ്സുകാരൻ പയ്യൻ എന്താ ഒരു പവർ! ഓരോ ഷോട്ടുകളും കാണുമ്പോൾ കണ്ണിടാണ്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും ആ ഷോട്ടുകളൊക്കെ കാണുമ്പോൾ കണ്ണിട്ട് പോകില്ലേ? എന്നാ രസത്തിലാണ് കളിച്ചുകൊണ്ടേയിരിക്കുന്നത്. 10 സിക്സുകളാണ് ഇന്ന് മാത്രം സ്കോർ ചെയ്തത്. മൊത്തം 50ലധികം സിക്സുകളാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഈ സീസണിൽ സ്കോർ ചെയ്തിരിക്കുന്നത്. ഒരു കൊച്ചു പയ്യൻ 14ാമത്തെ വയസ്സിൽ IPL കളിച്ചു തുടങ്ങുന്നത് 15ാമത്തെ വയസ്സിൽ തന്നെ 500ലധികം റൺസ് ഒരൊറ്റ സീസണിൽ സ്കോർ ചെയ്തുകൊണ്ട് വമ്പന്മാരും കൊമ്പന്മാരുമായിട്ടുള്ള ഓരോ താരങ്ങളോടുകൂടിയും വൈഭവ് പറയുകയാണ്, ഞാൻ അങ്ങോട്ട് ഉയർന്നു വരാൻ വേണ്ടിയിട്ടുമാണ്. ഇനി നിങ്ങൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ കൂടെ ആയിരിക്കും. വൈഭവിന്റെ വിക്കറ്റ് എടുക്കുകയാണെങ്കിൽ രാജസ്ഥാനെ ഒരു പരിധിവരെ തോൽപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പം രാജസ്ഥാന്റെ ഓരോ മത്സരങ്ങളും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. സോ വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ എന്ന് പറയുന്ന ടീമിന്റെ പ്ലേ മേക്കറായി മാറുന്നു. 15ാം വയസ്സിൽ ആ ടീമിന്റെ വിജയ ശില്പിയായി മാറുകയാണ്. സോ വൈഭവ് ഹാറ്റ്സ് ഓഫ്. ഈ 15ാം വയസ്സിൽ നിങ്ങൾ കളിക്കുന്ന ക്രിക്കറ്റ് പല താരങ്ങളും കൊതിക്കുന്ന ക്രിക്കറ്റാണ്. പല താരങ്ങളും ആഗ്രഹിക്കുന്ന ഒരു ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റുമായിട്ടാണ് വൈഭവ് സൂര്യവംശി T20യിൽ തിളങ്ങി നിൽക്കുന്നത്. ഉറപ്പായിട്ടും ഈ പയ്യൻസിനെ, ഈ 15 വയസ്സുകാരനെ ഒരുപാട് വൈകാതെ ഈ വർഷം തന്നെ T20യിൽ നമ്മൾ ഇന്ത്യയുടെ പ്രധാന ടീമിൽ കണ്ടിരിക്കും. ആ കാര്യത്തിൽ ഇനി ഒരു സംശയമില്ല. എന്തായാലും വൈഭവ് സൂര്യവംശിയുടെ പ്രകടനത്തിൽ കൈയടിക്കുമ്പോൾ ആ ഒരു പ്രകടനത്തിന്റെ മികവിൽ ലാസ്റ്റൊക്കെ ഇത്തിരി ടെൻഷനൊക്കെ അടിച്ചിട്ടാണെങ്കിലും രാജസ്ഥാൻ ജയിച്ചു കയറുന്ന സമയത്ത് ലക്നോന്റെ ആ ഒരു ഓപ്പണിംഗ് ഒക്കെ ഗംഭീരമാകുന്നു. മിച്ചൽ മാർഷും അതുപോലെ ഇംഗ്ലീഷും കൂടെ ചേർന്നിട്ട് തുടക്കം കുറിച്ചിട്ടുള്ള തുടക്കം അടിപൊളിയായിരുന്നു. പക്ഷെ ഡെത്ത് ഓവറുകളിൽ കൃത്യമായ മത്സരം ഒരു 240കളിലേക്കൊക്കെ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ആർച്ചറിന്റെ ഡെത്ത് ഓവർ സ്പെല്ല് ഇമ്പോർട്ടന്റ് ആയി മാറി. എന്തായാലും മൊത്തത്തിൽ രാജസ്ഥാൻ ഈ ഒരു വിജയം രാജസ്ഥാൻ ആത്മവിശ്വാസം നൽകും. യശസ്വി ജയ്സ്വാൾ ആയിരുന്നു ഇന്ന് ക്യാപ്റ്റനായിട്ട് നിന്നത്. എന്തായാലും പ്ലേ ഓഫ് സ്പോട്ടിലേക്ക് രാജസ്ഥാൻ ഒരു പടി കൂടി അടുക്കുകയാണ്. അടുത്ത മത്സരത്തിൽ തോറ്റു കഴിഞ്ഞാൽ രാജസ്ഥാന്റെ സാധ്യതകളൊക്കെ പോകും. അതുകൊണ്ട് കംപ്ലീറ്റ്ലി രാജസ്ഥാൻ പ്ലേ ഓഫിലേക്ക് എത്തി എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും 14 പോയിന്റുകൾ രാജസ്ഥാൻ അവരുടെ പോക്കറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും മത്സരങ്ങൾ ഉഷാറായിട്ട് പോവാണ്. പ്ലേ ഓഫ് സ്പോട്ടിൽ ആ ഒരു 4ാമൻ ആരാണെന്നറിയാൻ നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും. പക്ഷെ രാജസ്ഥാനെ സംബന്ധിച്ച് വേറെ വിജയപരാജയങ്ങൾ ഒന്നും ഇനി നോക്കണ്ട. മുംബൈക്കെതിരെ ഇനി ഞായറാഴ്ച നടക്കുന്ന മത്സരം ജയിച്ചാൽ മാത്രം മതിയാവും. പക്ഷെ വൈഭവിന്റെ ഇന്നത്തെ ഈ ഒരു ഇന്നിങ്സിനെ നിങ്ങൾ എങ്ങനെ വർണ്ണിക്കും? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഇന്നിങ്സ്? കമന്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ.